ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഈ ഫുട്ബോൾ കളിക്കുന്ന ഒട്ടുമിക്ക എല്ലാ യൂസേഴ്സിനും ഇപ്പോൾ ഉണ്ടാവുന്ന ഒരു ഡൗട്ട് തന്നെയാണ് നമ്മുടെ കൊണാമിക്ക് ഇത് എന്ത് പറ്റിയെന്നുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഗെയിമിൽ റീസെൻ്റ്ലി കൊണാമി കൊണ്ടുവരുന്ന ചില മാറ്റങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ ചില അപ്ഡേറ്റുകളാണ് നമ്മളെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിക്കുന്നത്. കാരണം കൊണാമി ഇതുവരെ ഇല്ലാത്ത, കൊണാമിയുടെ ചരിത്രത്തിൽ ഇതുവരെ നമുക്ക് കാണാൻ സാധിക്കാത്ത പല വിധത്തിലുള്ള പാക്കുകൾ, അതുപോലെ തന്നെ ഒരുപാട് കോയിൻ ഇവൻറ്റുകൾ, ഒരുപാട് ക്യാമ്പയിനുകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ ഗെയിമിലേക്ക് കൊണ്ടുവരുന്നത്. മെയിനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊണാമി അവരുടെ പ്രൈം കാർഡുകൾ ഗെയിമിൻ്റെ അവസാന സ്റ്റേജിൽ, അതായത് നമ്മുടെ ഈ ഫുട്ബോൾ 2025 വേർഷൻ്റെ അവസാന കുറച്ച് കാലഘട്ടത്തിൽ ഇതുപോലുള്ള കാർഡുകളൊക്കെ റിലീസ് ചെയ്യുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വലിയ വലിയ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഗെയിമിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിലും കൊണാമി എന്താണ് ഇതിനെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്, നെക്സ്റ്റ് ഇയറിലോട്ടേക്ക് കൊണാമി എന്താണ് ലോഡ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഡൗട്ട് തന്നെയാണ്. കാരണം അത്രത്തോളം ഹൈപ്പും കാര്യങ്ങളൊക്കെയാണ്, അല്ലാന്നുണ്ടെങ്കിൽ അത്രത്തോളം എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഗെയിമിൽ ഇപ്പോൾ ഉണ്ടാവുന്നത്. നമ്മളെല്ലാവരും കണ്ടതാണ്, പെട്ടെന്ന് കൊണാമി നമ്മുടെ പെലയുടെ കാർഡ് പോലുള്ള പ്രൈം കാർഡൊക്കെ പെട്ടെന്ന് വരുന്നു എന്നുള്ള കാര്യം അനൗൺസ് ചെയ്യുന്നു. അതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം തന്നെ കൊണാമി നോർമലായിട്ടുള്ള ഒരു മെയിൻ്റനൻസിൽ ഇതുപോലുള്ള പ്രൈം കാർഡുകളൊക്കെ കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഒരുപാട് പേര് കാലങ്ങളായിട്ട് വെയിറ്റ് ചെയ്യുന്ന റൂണിയുടെയൊക്കെ ഇതുപോലുള്ള കാർഡുകളൊക്കെ കൊണ്ടുവരും എന്നുള്ള റൂമേഴ്സും കാര്യങ്ങളൊക്കെ ഗെയിമിൽ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആക്കുന്നു. സോ എന്താണ് ഇതിൻ്റെ ഒരു സ്ട്രാറ്റജി? എന്തുകൊണ്ടാണ് കൊണാമി ഇതുപോലുള്ള ഷോർട്ട് പീരീഡിൽ തന്നെ പെട്ടെന്നൊരു അനൗൺസ്മെൻറ്റും പെട്ടെന്ന് തന്നെ ആ ഒരു കാർഡുകളൊക്കെ ഗെയിമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കുഴപ്പമില്ല, നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അതിൽ മെയിനായിട്ടുള്ളൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാലങ്ങളായിട്ട് ഈ ഫുട്ബോൾ കളിക്കുന്ന എല്ലാവർക്കും അറിയാം, കറണ്ട് വേർഷൻ എൻഡാവാൻ പോകുന്ന ആ ഒരു സ്റ്റേജിൽ ആരും തന്നെ കോയിനോ കാര്യങ്ങളോ പർച്ചേസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ യൂസേഴ്സിൻ്റെ എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിൽ കുറഞ്ഞു വരുന്ന ഒരു സ്റ്റേജാണ് അവസാനത്തെ 1-2 മാസങ്ങളൊക്കെ. കാരണം ആ ഒരു ടൈമിൽ കൊണാമി എന്ത് തന്നെ കൊണ്ടുവന്നാലും നമ്മൾ യൂസേഴ്സിന് അത് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം 1-2 മാസങ്ങൾ കൊണ്ട് തന്നെ പുതിയ വേർഷൻ വരികയാണ്, പുതിയ കാർഡ് ടൈപ്പ് വരികയാണ്, പുതിയ മാനേജേഴ്സ് വരികയാണ്. അതുകൊണ്ട് തന്നെ മെജോറിറ്റി ഓഫ് യൂസേഴ്സും എന്തിനു പറയുന്നു, കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് വരെ ഗെയിമിൻ്റെ ഈ ഒരു സ്റ്റേജിൽ കോയിൻ പർച്ചേസ് ചെയ്യാനോ പാക്ക് ഓപ്പൺ ചെയ്യാനോ നിൽക്കില്ല എന്നുള്ളൊരു കാര്യമാണ്. സോ ഈ ഒരു കാര്യം കൊണാമിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൊല്ലം അവസാനിക്കുന്നതിൻ്റെ കുറച്ച് കാലം മുന്നേ തന്നെ കൊണാമി അതിൻ്റെ ഒരു പണിയും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, റീസെൻ്റ്ലി ഒരുപാട് ബിഗ് ടൈം കാർഡുകളൊക്കെയാണ് ഗെയിമിൽ കൊണ്ടുവന്നത്. അതും പല വിധത്തിലുള്ള കാർഡുകൾ ഷോർട്ട് പീരീഡിൽ കൊണാമി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ മീൻ ചെയ്യുന്നത് കൊണാമിക്ക് ക്ലിയർ ആയിട്ടുള്ള ഇൻറ്റൻഷൻ ഉണ്ട്, ഗെയിമിൻ്റെ അവസാന സ്റ്റേജിൽ പോലും യൂസേഴ്സിൻ്റെ എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊന്നും ഗെയിമിൽ കുറയാൻ പാടില്ല എന്നൊരു കാര്യം. അതുകൊണ്ട് തന്നെ പഠിച്ച പണി 18 കൊണാമി പയറ്റ് നോക്കി, എന്നിട്ട് പോലും നമ്മൾ യൂസേഴ്സിൻ്റെ എൻഗേജ്മെൻറ്റോ അല്ലാന്നുണ്ടെങ്കിൽ കോയിൻ സ്പെൻഡ് ചെയ്തതിൻ്റെ അളവോ കാര്യങ്ങളോ കൊണാമിക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളൊരു കാര്യം വാസ്തവം തന്നെയാണ്. അതോടൊപ്പം കൊണാമി ഹൈപ്പ് കാർഡായിട്ടുള്ള നമ്മുടെ മാൾഡിനിയുടെ ആ ഒരു പാക്ക് തന്നെ കൊണാമി വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തു. യാതൊരുവിധ അനൗൺസ്മെൻറ്റോ കാര്യങ്ങളോ ഇല്ലാതെ കൊണാമി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഗെയിമിൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് കാലങ്ങളായിട്ട് ഈ ഫുട്ബോൾ കളിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് അതിശയകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം കൊണാമി ഒരു ഹൈപ്പായിട്ടുള്ള ഒരു കാർഡ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാലം വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ റുമ്മിയുടെ കാർഡ് അല്ലാന്നുണ്ടെങ്കിൽ എട്ടുയുടെ കാർഡൊക്കെ ഗെയിമിലേക്ക് കൊണ്ടുവരുന്നത്. ആ കൊണാമി തന്നെയാണ് വളരെ ഷോർട്ട് ആയിട്ടുള്ള പീരീഡിൽ ഇതുപോലുള്ള കാർഡൊക്കെ ഗെയിമിൽ പെട്ടെന്ന് അങ്ങ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. സോ ഒരു കാര്യം വ്യക്തമാണ്, കൊണാമിയുടെ പ്ലാൻ എവിടെയോ പാളിപ്പോയിട്ടുണ്ട്. ആ ഒരു കാര്യം തിരിച്ചു പിടിക്കാൻ തന്നെയാണ് ഇതുപോലുള്ള കാർഡൊക്കെ ഗെയിമിൻ്റെ എൻഡിൽ കൊണാമി റിലീസ് ചെയ്തേക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്താൽ തന്നെ മനസ്സിലാവും കൊണാമി ഈ ഒരു കാർഡ് ടൈപ്പൊക്കെ ഈ ഒരു ഇയറിൽ കൊണ്ടുവരാൻ ഡിസൈൻ ചെയ്തതല്ല എന്നുള്ളൊരു കാര്യം. കാരണം 2 സ്പെഷ്യൽ സ്കില്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണാമി ഇതുവരെ ഈ ഒരു ഇയറിൽ ഒരു കാർഡ് പോലും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഗെയിമിൻ്റെ അവസാന ഈ ഒരു സ്റ്റേജിൽ കൊണാമി ഒരു കാരണവശാലും ഇതുപോലുള്ളൊരു പുതിയ കാര്യം ഗെയിമിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യില്ല. അതായത് ഈ ഒരു കാർഡ് ഒരു കാരണവശാലും ഈ ഒരു ഇയറിൽ കൊണ്ടുവരാൻ കൊണാമി പ്ലാൻ ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. പക്ഷേങ്കിൽ എന്തുകൊണ്ടോ കൊണാമിക്ക് ഈ ഒരു കാർഡൊക്കെ ഈ ഒരു ഇയറിൽ തന്നെ കൊണ്ടുവരേണ്ടി വന്നു എന്നുള്ളതാണ്. അതൊരു പക്ഷേ അവരുടെ സ്മാർട്ടായിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആവാം, അതുപോലെ തന്നെ അവരുടെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ, അതായത് നമ്മുടെ സ്പെൻഡിങ് റേറ്റ് ഒക്കെ ഇൻക്രീസ് ചെയ്യാനുള്ള അവരുടെ സ്ട്രാറ്റജിക്കൽ മൂവ് തന്നെയായിരിക്കും. അതുപോലെ തന്നെ 25 വേർഷൻ ഇതുപോലൊരു ഹൈപ്പിൽ എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെ, അതായത് 26 വേർഷനോടുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഹൈപ്പും കാര്യങ്ങളൊക്കെ വളരെയധികം ഇൻക്രീസ് ചെയ്യും എന്നുള്ള കാര്യം കൊണാമിക്ക് തീർച്ചയായിട്ടും അറിയുന്നൊരു കേസാണ്. അതുകൊണ്ട് തന്നെ പെലയുടെ ഇതുപോലുള്ള കാർഡൊക്കെ ഗെയിമിൽ ഈ ഒരു സ്റ്റേജിൽ കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും നെക്സ്റ്റ് ഇയറിൽ ഇതിനേക്കാൾ വലിയ എന്തോ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളൊരു തോട്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ യൂസേഴ്സിൽ കൊണാമി അടിച്ചേൽപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈയിടെയായിട്ട് ഒരു ഡിപ്പിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഈ ഫുട്ബോൾ പെട്ടെന്ന് തന്നെ ഒരു ഹൈപ്പിലേക്ക് ഉയർന്നിരിക്കുകയാണ്. നമ്മൾ യൂസേഴ്സ് 26 വേർഷനിലോട്ടേക്ക് സേവ് ചെയ്ത് വെച്ച എല്ലാവിധ കോയിനും ഈ ഒരു പാക്ക്
സ്റ്റേക്കിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ കോയിൻ പർച്ചേസും കാര്യങ്ങളൊക്കെ നിർത്തി വെച്ചിരുന്ന യൂസേഴ്സ് പോലും കോയിൻ പർച്ചേസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൊണാമി കോയിൻ ഓഫറും കാര്യങ്ങളൊക്കെ ഗെയിമിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും ഇതൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു കാര്യം കൊണ്ട് നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്, കൊണാമി നെക്സ്റ്റ് ഇയറിലോട്ട് ഇതുപോലൊരു കാർഡും കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നത്. കഴിഞ്ഞ ഇയറിൽ ഡബിൾ ബൂസ്റ്ററും കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇയറിലേക്ക് തീർച്ചയായിട്ടും കൊണാമി 2 സ്പെഷ്യൽ സ്കില്ലും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. അല്ലാന്നുണ്ടെങ്കിൽ സ്കില്ലിനോട് കുറച്ചും കൂടി ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നുള്ളൊരു കാര്യം നമുക്ക് ഈ ഒരു കാര്യത്തിൽ വ്യക്തമാണ്. ഒരു പക്ഷേ കൊണാമി ഇതുപോലുള്ള കാർഡ് ടൈപ്പ് ഒക്കെ ഈ ഒരു ഇയറിൽ തന്നെ റിവീൽ ചെയ്ത സ്ഥിതിക്ക് കൊണാമി നെക്സ്റ്റ് ഇയറിലോട്ടേക്ക് പുതിയ എന്തെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യാനും മേ ബി ചാൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യമാണ്. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഷെയർ ചെയ്യാനുള്ളത്. നെക്സ്റ്റ് ഇയറിലോട്ടേക്ക് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പെലെയുടെ ബിഗ് ടൈം കാർഡൊക്കെ തീർച്ചയായിട്ടും വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതായത് കൊണാമി കൊണ്ടുവന്നേക്കുന്നത് പെലെയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാർഡ് തന്നെയാണ്. നെക്സ്റ്റ് ഇയറിലോട്ടേക്ക് ആയിരിക്കും കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള, അല്ലാന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള കാർഡ് ടൈപ്പിലൊക്കെ പെലെയുടെ കാർഡൊക്കെ കൊണാമി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ സ്പെൻഡും കാര്യങ്ങളൊക്കെ ചെയ്യാം. സോ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.